മനുഷ്യന്റെ പ്രകൃതി സൈക്കോളജിയിൽ അൺകോൺഷ്യസ് എന്ന് പറയാം. അൺകോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്, നമ്മൾ അറിയാതെ പല കാര്യങ്ങളും നമ്മളെ മക്കൾ നമ്മളിൽ നിന്ന് ഇങ്ങനെ ചോരണം ചെയ്യുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും കുട്ടി കാണുന്നില്ല, അറിയണില്ല, ശ്രദ്ധിക്കണില്ല. മുത്തുനബി പറഞ്ഞു, ഒരു കുട്ടിയോട് ഒരു സംഗതി കാണിച്ചു കൊടുത്തിട്ട് മോനെ ഇവിടെ വന്നാൽ ഇത് തരാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ കാണിച്ച് കൊതിപ്പിച്ചത് കൊടുക്കാതിരുന്നാൽ അത് കളവാണെന്നാ. മോനെ ചോറ് തിന്നാൽ മിഠായി വാങ്ങിത്തരാന്ന് പറയും ഉമ്മ, വാങ്ങി കൊടുത്തില്ലെങ്കിൽ അത് കളവാ. കളവിന്റെ ശിക്ഷ എന്താണ്? കളവ് മോശത്തരത്തിലേക്ക് നയിക്കും. മോശത്തരം, തെമ്മാടിത്തരം നമ്മെ നരകത്തിലേക്ക് നയിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഗണത്തിൽപ്പെടുന്ന കളവാണ് ഒരു കുട്ടിനോട് തരാന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നാൽ. കാരണം എന്താ വെച്ചാല് ആ കുട്ടി എന്ത് മനസ്സിലാക്കും? ആ കൊടുക്കാന്ന് പറഞ്ഞാലും കൊടുക്കേണ്ടതില്ല, അവന്റെ അൺകോൺഷ്യസിൽ സെറ്റാവും. ഇത് നമ്മളറിയില്ല. അത് ഒസാലിമാൻ പറയണേ. നമ്മളിങ്ങനെ ഭാര്യയും ഭർത്താവും ചിലപ്പോൾ കളവ് പറയും, ഉമ്മയും ബാപ്പയും ചിലപ്പോൾ തമ്മിൽ അടി കൂടും, തെറ്റ് ചെയ്യും. സ്വാഭാവികമായും നമ്മളെ വീട്ടിലകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിലും മക്കൾ അതിൽ രൂപപ്പെടുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, മക്കളെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾക്ക് പോലും മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ സ്വാധീനമുണ്ടെന്നാണ്. മുലയൂട്ടുന്ന സമയത്ത് നമ്മൾ ഹറാം സംസാരിക്കരുത്, പറയരുത്, മോശത്തരങ്ങളിലേക്ക് നോക്കരുത്, ബിസ്മി ചൊല്ലിക്കൊണ്ട് മുലയൂട്ടണമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ആ സമയത്തുള്ള ചിന്തകൾക്ക് സംസാരത്തിൽ മക്കൾക്കിടയിൽ സ്വാധീനമുണ്ട്, വലിയ സ്വാധീനമുണ്ടാക്കും. അതുകൊണ്ട് നല്ല മനസ്സോടെ ബിസ്മി ചൊല്ലിക്കൊണ്ടല്ലാതെ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്, മുല കൊടുക്കരുത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പൈശാചികത സ്പർശനം നിന്നാൽ, പിശാച് നമ്മുടെ മക്കളിലേക്ക് കടന്നു വന്നാൽ ആ മക്കൾ നശിച്ചു പോകാനുള്ള കാരണങ്ങളിൽ ഒന്ന് നമ്മൾ തന്നെയാവുകയാണ്. ചെറിയ പ്രായം മുതൽ തന്നെ നോക്കണം. നമുക്ക് ദേഷ്യം വരുമ്പോ മക്കളെ മോശത്തരം പറയാൻ പാടില്ല, അവർക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല, അവരെ ശാപവാക്കുകൾ പറയരുത്. നീയൊന്നും നന്നാവൂല എന്നൊക്കെ ചില മക്കളെ പറ്റി മാതാപിതാക്കൾ ദേഷ്യം പിടിക്കുമ്പോൾ പറയരുത്. മക്കളെ കുറിച്ച് സങ്കടം പറയാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ മക്കൾക്കെതിരെ എന്തെങ്കിലും ശാപവാക്ക് പറയേ, എന്തെങ്കിലും ദുആ ചെയ്യൊക്കെ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ദേഷ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ കണ്ട് പറഞ്ഞു പോകും. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻതല്ലദീ അഫ്സതഹു, നീയാണ് വടക്കാക്കിയത്, വേറെ എവിടെയും പോയോക്കണ്ട.